ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വിസ്മയ ഐശ്വര്യയെ ഫോൺ ചെയ്യുന്നു. ഐശ്വര്യയിൽ നിന്നും അഖിൽ ജയിലിൽ നിന്നും പുറത്തായ കാര്യവും കേസ് നമ്മുടെ മേൽ എത്തുമോ എന്നൊരു ഭയവും ഐശ്വര്യ വിസ്മയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് വിസ്മയ വല്ലാത്ത ടെൻഷനിലാണ്. പിന്നെ 1,00,000 രൂപ വില മതിക്കുന്ന തൻ്റെ ഡയമണ്ട് നെക്ലസ് കാണുന്നില്ല എന്നും നമ്മൾ തിരുവാഭരണം തൊട്ട് കളിച്ചത് കൊണ്ട് ഈശ്വരൻ നമുക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത് എന്നും വിസ്മയോട് പറയുകയാണ് ഐശ്വര്യ. ഉടൻ ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിൽ തിരുവാഭരണം മോഷ്ടിച്ചതിനെ പറ്റിയും അത് കിട്ടിയതിനെ പറ്റിയും ആലോചിച്ച് വിഷമത്തോടെ ഇരുന്നപ്പോൾ ശ്യാമ അഖിലിന്റെ അരികിലേക്ക് വന്നു. അഖിലിന്റെ ഈ വിഷമത്തെക്കുറിച്ച് ശ്യാമ ചോദിക്കുന്നുണ്ട്. അല്ല, തിരുവാഭരണം മോഷണം പോവുക, അച്ഛനെ സംശയിക്കുക, കൃത്യം പച്ചക്കറി കടയിൽ നിന്നും തന്നെ തിരുവാഭരണം തിരിച്ചു കിട്ടുകയും ചെയ്യുക. അപ്പോൾ അത് എടുത്തവർ മാത്രമല്ല, അതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. എന്നെയും അച്ഛനെയും പെടുത്താൻ വേണ്ടി മറ്റാരോ മനഃപൂർവ്വം ചെയ്തതാണ്. തിരുവാഭരണം എടുത്തവർക്ക് പിന്നിൽ ശക്തമായ ആരോ ഉണ്ട്. നമ്മളോട് അത്രയ്ക്ക് വാശിയുള്ളവരാണവർ എന്നൊക്കെ അഖിൽ ശ്യാമയുടെ സംശയം പറയുന്നുണ്ട്. അതാരാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഇന്നലെ സ്റ്റേഷനിൽ നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ലല്ലോ, ഇതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. അഖിൽ വീണ്ടും പറയുന്നു, എന്നാലും നമ്മളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് അതാരാണെന്നറിയാതെ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നില്ല ശ്യാമേ. സാരമില്ല, അതാര് ചെയ്താലും അതിന് പകരം ഈശ്വരൻ കൊടുത്തോളും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് ശ്യാമ. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് എൻ്റെ കാര്യത്തിലായിരുന്നില്ല, അച്ഛനെ കുറിച്ചായിരുന്നു എനിക്ക് വിഷമം. പാവം ആകെ തകർന്നു പോയി. ആരായാലും അങ്ങനെ രക്ഷപ്പെടില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അച്ഛനോ നിങ്ങളോ മറ്റാരോ ഇങ്ങനെ മനസ്സുകൊണ്ട് പോലും ഇങ്ങനെ ഒരു പാവം മനസ്സിൽ വിചാരിക്കത്ത് പോലുമില്ല. അപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. കൃഷ്ണന്റെ തിരുവാഭരണമാ മോഷ്ടിച്ചിരിക്കുന്നത്. അതല്ലേ വേഗം അത് എടുത്തവരെ നമ്മുടെ കണ്ണിൽ കാട്ടിത്തന്നത്. ഞാൻ സാറിന് മധുരയിൽ നിന്നും ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് എന്ന് ശ്യാമ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അഖിലും സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്, ആഹാ അത് കാണട്ടെ എന്ന്. അങ്ങനെ അത് ശ്യാമ അഖിലിനെടുത്ത് കൊടുക്കുന്നു. ഒരു ചെറിയ പെട്ടിയാണ് അഖിലിന് സമ്മാനമായി കൊടുക്കുന്നത്. ആ പെട്ടിക്കകത്ത് ചെറിയൊരു കണ്ണന്റെ വിഗ്രഹം കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അഖിലും സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നെ ശ്യാമയ്ക്ക് അവിടെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് അഖിലിനോട് പറയുകയാണ്. ശരിക്കും നന്നായിട്ട് പാടാൻ സാധിച്ചില്ല, പിന്നെ ചില സ്ഥലങ്ങളും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, വളരെ താമസിയാതെ തന്നെ നമുക്ക് കണ്ണൻ്റെ അടുത്തേക്ക് മധുരയ്ക്ക് പോകാം. അന്ന് അച്ഛനും അമ്മയും അപ്പവും എല്ലാവരും കൂടെ ഉണ്ടാകും. ശ്യാമ വീണ്ടും പറയുന്നുണ്ട്, കാണേണ്ട ഒരു കാഴ്ചയാണ്, അത്രയ്ക്ക് വിശേഷപ്പെട്ട സ്ഥലമാണ് അവിടെ. മധുര മാത്രമല്ല, കണ്ണൻ്റെ അമ്പാടി, ദ്വാരക, അങ്ങനെ വളരെ വിശേഷപ്പെട്ട സ്ഥലങ്ങൾ വേറെയുമുണ്ട്. കൃഷ്ണന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പോവാടോ. എന്നും ഒരാളെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് ശരിക്കും പരിശ്രമിച്ചാൽ മാത്രം മതി, എല്ലാ കഷ്ടകാലവും മാറും, നല്ലത് വരും, അത് ഉറപ്പാണെന്നും അഖിൽ ശ്യാമയോട് പറയുന്നു. എൻ്റെ കണ്ണ, നിന്റെ അനുഗ്രഹം എന്നും ഞങ്ങളിൽ ഉണ്ടാവണേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇന്ന് അശ്വതിയുടെ പിറന്നാളാണ്. അശ്വതിയും ശ്രീമോളും കൂടി അവിടെ അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അശ്വതിയെ ശ്രീമോള് സഹായിക്കുന്നുണ്ട്. എന്നാൽ ശ്രീമോളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും ശ്രീമോൾ അനുസരിക്കാതെ അമ്മയെ സഹായിക്കാൻ എന്ന മട്ടിൽ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. പിന്നെ അവിടെ നിന്നും ഒരു ബുക്ക് എടുത്തിട്ട്, ഇത് മോളുടെ അല്ലേ, പഠിക്കാനുള്ള ബുക്ക്, ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്, മോളത് മുറിയിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞ് അത് ശ്രീമോളുടെ കയ്യിൽ കൊടുക്കുകയാണ് അശ്വതി. ഇതും കൊണ്ട് മോളുടെ മുറിയിൽ ഇരുന്ന് തന്നെ വായിക്കണമെന്നും അശ്വതി പറയുന്നുണ്ട്. ആ സമയം അശ്വതിയുടെ വീട്ടിലേക്ക് വരികയാണ് ശ്യാമ. ശ്യാമയെ ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുടുംബശ്രീയിൽ നിന്നും ഒരു ലോൺ എടുത്തിട്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങാം എന്ന് വിചാരിച്ചു. ഇവിടെ വെക്കാനാണ് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ നല്ല കാര്യമാണല്ലോ എന്ന് ശ്യാമ പറയുന്നു. അശ്വതി വീണ്ടും പറയുന്നുണ്ട്, മോള് വളർന്നു വരികയല്ലേ ശ്യാമയെ, ചിലവ് കൂടി വരികയാണ്. അപ്പോൾ ചുറ്റുവട്ടന്ന് കിട്ടുന്ന ഡ്രസ്സൊക്കെ തച്ച് കൊടുക്കാമല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനമാവുമല്ലോ. അല്ലാതെ പറ്റില്ല. അത് നല്ല ഐഡിയ ആണെന്ന് ശ്യാമ പറയുന്നുണ്ട്. പിന്നെയും അശ്വതി ശ്യാമയുടെ പാട്ടിനെ കുറിച്ച് ചോദിക്കുന്നു. നീ മധുരയിൽ പാടാൻ പോയതിനെ കുറിച്ച്, പിന്നെ വീട്ടിൽ നടന്ന സംഭവങ്ങളും ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ഇടയ്ക്ക് ചേച്ചി ഒന്ന് വിളിക്കാനുള്ള സാവകാശം ഉണ്ടായില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ. അവിടെ നിന്റെ അമ്മയടുത്ത് വന്നിരുന്ന് നിന്റെ അമ്മയുടെ ദുഃഖം കാണാം, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ. എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എൻ്റെ കണ്ണനാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സത്യം പുറത്ത് കൊണ്ടുവന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ആ അരുന്ധതിയും മോളുമാണെന്ന എൻ്റെ ബലമായ സംശയം. അവര് രണ്ടാളും പുറകെ നടന്ന് നിന്നെ ദ്രോഹിക്കല്ലേ. വിസ്മയ എന്നെ കൊണ്ട് പാടിക്കാൻ വീട് വരെ വന്നിരുന്നു. ദേഹം തളരുന്നത് പോലെയൊക്കെ ഷോയൊക്കെ കാണിച്ചു. ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്ത് തന്നെയാ വിട്ടത്. അതിൻ്റെ വാശി അവൾക്കും അവളുടെ അമ്മയ്ക്കും കാണുമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട്, പിന്നെ ഒട്ടും സംശയിക്കണ്ട, ഇതിന് പിന്നിൽ ആ അമ്മയും മകളും തന്നെയായിരിക്കും. ശ്യാമയെ പോലീസിലൊരു സൂചന നൽകുന്നത് നല്ലതാ, അവര് ആ വഴിക്ക് അന്വേഷിക്കും. വേണ്ട ചേച്ചി, ആരായാലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിന് ശിക്ഷ സാക്ഷാൽ കണ്ണൻ തന്നെ തിരിച്ചു കൊടുത്തോളും, അതിൽ സംശയമില്ല എന്ന് ശ്യാമ പറയുന്നു. നാളെയാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ. അച്ഛൻ നേരിട്ട് വന്നാണ് എന്നെയും അഖിൽ സാറിനെയും ക്ഷണിച്ചത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, ബർത്ത്ഡേ പാർട്ടി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പോയതിൻ്റെ വിഷമം രണ്ടാൾക്കും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ആ സമയം അന്നുണ്ടായ സംഭവം ശ്യാമ ആലോചിക്കുന്നു. അശ്വതി പറയുന്നു, ദേ ശ്യാമയെ പോകുന്നതൊക്കെ കൊള്ളാം, അങ്ങനെയാവാതെ സൂക്ഷിച്ചോ. ഞാൻ ശ്യാമയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, വസുന്ധരാമയുടെ സ്വഭാവം അങ്ങനെയാ, അതുകൊണ്ടാ പറഞ്ഞത്. ശ്യാമ പറയുന്നു, ഇപ്പോൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്തായാലും അങ്ങനെയൊന്നും ഒട്ടാവില്ല എന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് കേട്ട് അശ്വതി പറയുന്നുണ്ട്, ശ്യാമ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ആ സമയം ജനൽ കൂടി ശ്രീമോൾ വന്നിവരുടെ സംസാരം കേൾക്കുന്നു. അശ്വതി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന്. ഇന്നോ എന്ന് ശ്യാമ ചോദിക്കുന്നു. തിരക്കിനിടയിൽ ആ കാര്യം ഓർക്കാൻ സാധിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ മോളെയും കൂട്ടി അമ്പലത്തിലേക്കെങ്കിലും പോയേനെ എന്ന് അശ്വതി പറയുന്നുണ്ട്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ ഗിഫ്റ്റെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നേനെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ജീവിക്കാനുള്ള ഓട്ടമല്ലേ. അതിനിടയിൽ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ എന്തൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ. എനിക്കിപ്പോൾ ഊണിലെ ഉറക്കത്തിലും എൻ്റെ ശ്രീകുട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കണം എന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നു. ശ്രീകുട്ടിയുടെ പിറന്നാളിൻ്റെ കാര്യം പറയരുതേ, പിന്നെ അപ്പോൾ അവൾ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെ നല്ലൊരു കാലത്ത് അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, ഇനി ആ ഓർമ്മകളും മതി എനിക്ക് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നു, അപ്പോൾ ഇന്നമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ. അത്രയും പറഞ്ഞ് ശ്രീമോൾ അവിടുന്ന് പോകുന്നു. ബർത്ത്ഡേക്ക് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ആരാ, ഞാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ശ്രീകുട്ടി അവിടെ ഇരുന്ന തൻ്റെ കുടുക്ക പൊട്ടിക്കുന്നു. അതിൽ നിന്നും കുറച്ച് പണം കിട്ടുന്നുണ്ട്. ഗിഫ്റ്റ് വാങ്ങാൻ ഇത് തികയോ? മതി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഗിഫ്റ്റാ വാങ്ങുക? അമ്മയ്ക്കിഷ്ടം സാരിയാ, അത് മതിയെന്ന് ശ്രീകുട്ടി വിചാരിക്കുന്നു. അമ്മയും ശ്യാമേച്ചി ഒന്നും അറിയാതെ പുറത്തു വരണം. എൻ്റെ അമ്മയെന്ന് ശ്രീകുട്ടി ഞെട്ടിക്കും, നോക്കിക്കോ എന്നൊക്കെ ശ്രീകുട്ടി വിചാരിക്കുന്നുണ്ട്. തുടർന്ന് ആ കിട്ടിയ പണവുമായി പുറത്തേക്ക് ആരും കാണാതെ പോവുകയാണ് ശ്രീകുട്ടി. ശ്രീകുട്ടി എത്തിയിരിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിലാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി ഇവിടെ കാണും എന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ എവിടെയാ സാരി ഇരിക്കുന്നത് എന്നൊക്കെ ശ്രീകുട്ടി നോക്കുന്നു. ആ ആൻറ്റിയോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് വേറൊരു ചേച്ചിയെ കാണുന്നു. ആ ചേച്ചി കൊള്ളാം, ആ ചേച്ചിയോട് ചോദിക്കാം എന്ന് വിചാരിച്ച് ശ്രീകുട്ടിയെ മറ്റൊരു ചേച്ചിയുടെ അരികിലേക്ക് പോകുന്നു. ഒരു സാരി എൻ്റെ അമ്മയ്ക്കാണെന്ന് ശ്രീകുട്ടി മോളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ വീട്ടിലാണ് എന്ന് ശ്രീകുട്ടി പറഞ്ഞതും, അപ്പോൾ കൂടെ ആരാ ഉള്ളത്? അവരെ വിളിക്ക്, ഏത് സാരിയാണ് വേണ്ടതെന്ന് ചോദിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സാരിയൊക്കെ നോക്കുകയാണ് ശ്രീകുട്ടി. ദേ അതൊന്ന് നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു സാരി സെലക്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. എൻ്റെ അമ്മ ഇത് ഉടുത്താൽ രസമായിരിക്കുമെന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട്. ഇത് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നു. അത് മോളോട് പറഞ്ഞാൽ പറ്റില്ല എന്ന് ആ സ്റ്റാഫ് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി തൻ്റെ കയ്യിലിരുന്ന പണം ആ സ്റ്റാഫിന് നേരെ നീട്ടിയിട്ട് പറയുന്നു, എൻ്റെ കയ്യിൽ പണമുണ്ട്, ദേ എത്ര രൂപയാണെന്ന് പറ ചേച്ചി, അത് ഞാൻ തരാം. ചേച്ചി സാരി എടുക്ക്, പൈസ തന്നിട്ട് എനിക്ക് പോകണം, അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. സാരി താ ചേച്ചി, എനിക്ക് പോകണം എന്നൊക്കെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ ആ സ്റ്റാഫ് അവിടെ നിന്നപ്പോൾ ആ കടയുടെ ഓണർ അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കുന്നുണ്ട്. അങ്കിളേതേ ക്യാഷ്, എനിക്ക് ഈ സാരി വേണം, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണെന്നൊക്കെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ മോളുടെ കൂടെ ആരാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മോള് ആർക്കൊപ്പം വന്നത് എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒറ്റയ്ക്ക് അങ്കിളെ വന്നത്. ഒറ്റയ്ക്കോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതിനെന്താ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് സാറേ, ഈ സാരി താ, എനിക്ക് പോകണമെന്ന് ശ്രീകുട്ടി പറയുന്നു. മോളെ ഈ പൈസയ്ക്ക് സാരി കിട്ടില്ല മോളെ, ഈ സാരി 6000 രൂപ വില മതിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട്, ഇതാ കാശെന്ന്. ദേ ഇത് 500 രൂപ പോലും ഇല്ല. മോള് അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ താ, ഞാൻ അവരെ വിളിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, വേണ്ട, അമ്മ അറിയാതെ ഗിഫ്റ്റ് കൊടുക്കാനാ. ഓ ഇതാകെ പ്രശ്നമായല്ലോ എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. സാരി എടുക്ക്, ഇതാ ക്യാഷ് എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ മോള് പറയുന്നത് കേക്ക്, ഫോൺ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് പറയുന്നത് സ്റ്റാഫ് പറയുന്നു. ചേച്ചി ഈ സാരി താ ചേച്ചി, എനിക്ക് വേഗം പോകണം എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട്. ആ സമയം ആ കടയിൽ തന്നെ എത്തിയിരിക്കുകയാണ് അരുൺ. ആ സാരിക്ക് വേണ്ടി വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ, പൈസ തരാം താ എന്നൊക്കെ പറഞ്ഞ് ശ്രീമോള് വാശി പിടിക്കുന്നു. ഈ സമയം അരുൺ ശ്രീകുട്ടിയെ കാണുന്നു. അയ്യോ ശ്രീകുട്ടി എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് ശ്രീകുട്ടിയുടെ അരികിലേക്ക് അരുൺ വരുന്നു. ശ്രീകുട്ടിയുടെ കാര്യം തിരക്കുകയാണ് അരുൺ. എനിക്ക് ഈ സാരി വേണം എന്ന് ശ്രീകുട്ടി പറയുന്നു. കൊച്ചു കുട്ടിയല്ലേ, ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എന്തായാലും നിങ്ങളിത് പാക്ക് ചെയ്യാൻ അരുൺ പറയുന്നു. കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് മോൾ ഒന്നും പറഞ്ഞില്ല. മോളുടെ അച്ഛൻ ഇവിടെ നിൽക്കുകയാണെന്ന് മോളെന്താ പറയാത്തത്? ഞങ്ങളാകെ ടെൻഷനായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അരുൺ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് അവരെ.
ശ്രീകുട്ടിയും അരുണിനെ നോക്കുന്നു. ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എന്തായാലും നിങ്ങളിത് പാക്ക് ചെയ്തോളൂ എന്നെ പറഞ്ഞ ശ്രീകുട്ടിയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അരുൺ. അങ്കിള് വന്നത് നന്നായി, ആ ആൾക്ക് ഭയങ്കര ജാടയാ. കുട്ടികൾ ചോദിച്ച സാരി തരല്ല എന്ന് ശ്രീകുട്ടി പറയുന്നു. മോൾ എന്തിനാ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നതെന്ന് അരുൺ ചോദിക്കുന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരു ആഘോഷവും ഇല്ല, അമ്മ അറിയാതെ ഞാൻ ഇത്രയും തുക എടുത്തിട്ട് വന്നതാ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ എന്നൊക്കെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട്, അയ്യോ മോളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാമോ, ഇനി ഇങ്ങനെ പാടില്ല കേട്ടോ. സമ്മതിച്ചു, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അതിന് ആ സാരി മതിയോ മോൾക്ക് എന്ന് അരുൺ ചോദിക്കുന്നു. കേക്കും ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാനിരുന്നതാ. അപ്പോൾ അങ്കിള് പറയാ സാരിക്ക് ഈ പൈസ തികയില്ലെന്ന്. അത് സാരമില്ല, അതൊക്കെ നമുക്ക് വാങ്ങാം എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട്, എന്നാലേ അതിൻ്റെ പൈസ അങ്കിളിനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തരാം കേട്ടോ. അത് കേട്ട് അരുൺ പറയുന്നുണ്ട്, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ മോളെ, ഇപ്പോൾ നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ പ്രധാനം, മോളുടെ സന്തോഷമല്ലേ അങ്കിളിന് വലുത്. ഇന്ന് ബർത്ത്ഡേക്ക് അങ്കിളും വരണം, അങ്കിള് വീട്ടിലേക്ക് വാ എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അയ്യോ മോളെ അത് വേണോ മോളെ എന്നൊക്കെ അരുൺ പറയുന്നു. ഒരു കാര്യം ചെയ്യാം അങ്കിള്, മോളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അങ്കിളിന് കുറച്ച് തിരക്കുണ്ട്, ഫംഗ്ഷൻ അല്ലേ മോളെ, മോള് സെലക്ട് ചെയ്ത സാരി തന്നെ മതിയല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാമെന്ന് അരുൺ പറയുന്നു. വേണ്ട ഇത് മതി അങ്കിളെ എന്ന് ശ്രീകുട്ടിയും പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.